നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദി അറേബ്യയിൽ ഗാർഹിക തൊഴിലാളികൾക്കുള്ള വേതന സുരക്ഷാ പദ്ധതി ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ആദ്യഘട്ടത്തിൽ പുതുതായി സൗദിയിൽ എത്തുന്നവർക്ക് നിയമം ബാധകമാണ്. 2026 ജനുവരി മുതൽ എല്ലാ ഗാർഹിക തൊഴിലാളികൾക്കും പദ്ധതിയുടെ ഗുണം ലഭ്യമാകും. മറ്റു എല്ലാ മേഖലകളിലും വേതന സുരക്ഷാ പദ്ധതി പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് ഗാർഹിക തൊഴിലാളികളിലേക്കും നിയമം ബാധകമാക്കുന്നത്. 2024 ജൂലൈ 1 ഗാർഹിക തൊഴിലാളികളുടെ വേതന സുരക്ഷാ പദ്ധതി പ്രാബല്യത്തിൽ വരും. മുസാനിദ് പ്ലാറ്റ്ഫോം വഴിയാണ് പദ്ധതി നടപ്പിലാക്കേണ്ടത്. പുതുതായി സൗദിയിലെത്തുന്ന ഗാർഹിക തൊഴിലാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി ബാധകമാകുകയെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. നിലവിൽ സൗദിയിലുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കും. 4 അതിൽ കൂടുതലോ വീട്ടുജോലിക്കാരുള്ളവർക്ക് 2025 ജനുവരി 1 പദ്ധതി ബാധകമാകും. 3 പേരുള്ളവർക്ക് 2025 ജൂലൈ 1 2 പേരുള്ളവർക്ക് ഒക്ടോബർ 1 നിയമം ബാധകമാകും. 2026 ജനുവരി 1 എല്ലാ വിഭാഗം ഗാർഹിക തൊഴിലാളികൾക്കും വേതന സുരക്ഷാ പദ്ധതി പ്രകാരം ശമ്പളം നൽകണം. ഇതോടെ സൗദിയിൽ ജോലി ചെയ്യുന്ന ഹൌസ് ഡ്രൈവർമാരും വീട്ടുവേലക്കാരും ഉൾപ്പെടെയുള്ള എല്ലാ ഗാർഹിക തൊഴിലാളികൾക്കും കൃത്യമായി ശമ്പളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമമാണ് വേതന സുരക്ഷാ പദ്ധതി. ഇതുപ്രകാരം കരാർ പ്രകാരമുള്ള ശമ്പളം ബാങ്ക് വഴി കൃത്യസമയത്ത് തൊഴിലാളികൾക്ക് നൽകണം. അല്ലാത്തപക്ഷം തൊഴിലുടമകൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കും. ജലീൽ കണമംഗലം, 24 ജിദ്ദ. 4ാമത് ഖത്തർ സാമ്പത്തിക ഫോറത്തിന് ദോഹയിൽ തുടക്കമായി. റഫേൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതായി ഉദ്ഘാടന സെഷനിൽ സംസാരിച്ച ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറഞ്ഞു. ഈ മാസം 16 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫോറത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വ്യാപാര വ്യവസായ പ്രമുഖരും നയരൂപീകരണ വിദഗ്ധരും നയതന്ത്രജ്ഞരും പങ്കെടുക്കുന്നുണ്ട്. ലുസൈസിലെ റാഫിൾസ് ഫെയർമൗണ്ട് ഹോട്ടലിൽ നടക്കുന്ന ഫോറത്തിന്റെ ഉദ്ഘാടന സെഷനിലാണ് ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട നിരാശ ഖത്തർ വിദേശകാര്യമന്ത്രി പങ്കുവച്ചത്. ഗസയിലെ ജനസാന്ദ്രതയുള്ള റഫേൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി. മെയ് 6 ഇസ്രായേൽ സൈന്യം റഫ അതിർത്തി വളഞ്ഞ് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മാരകമായ വ്യോമാക്രമണമാണ് നടത്തിയത്. മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച നിർദ്ദിഷ്ട കരാറിന് ഹമാസ് സമ്മതിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആക്രമണമുണ്ടായത്. റഫയിൽ നിന്ന് 3 ലക്ഷത്തിലധികം ഫലസ്തീൻകാർ ഖാൻ യൂനിസ് മേഖലയിലേക്ക് പലായനം ചെയ്തുവെന്നാണ് UN റിപ്പോർട്ട്. ഈ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണെന്നും റഫയിലെ ആക്രമണം തങ്ങളെ പിന്നോട്ടടിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തൽ ചർച്ചകൾ നടപ്പിലാക്കുന്നതിനും സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഖത്തർ നടത്തിയ ഇടപെടലുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇരുഭാഗത്തുമുള്ള ബന്ധികളെ പരസ്പരം കൈമാറുന്നതിൽ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ ഒരു പരിധിവരെ ഫലം കണ്ടിരുന്നെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഘട്ടത്തിൽ കടുത്ത വിമർശനങ്ങളും നേരിട്ടിരുന്നു. എന്നാൽ ചർച്ചകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടും ഖത്തർ ആവർത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഖത്തർ സാമ്പത്തിക ഫോറത്തിൽ ഖത്തർ വിദേശകാര്യമന്ത്രി നടത്തിയ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട പരാമർശം പ്രസക്തമാകുന്നത്. അതേസമയം ഗസയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 35,091 ഉയർന്നു. 78,327 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിനു പുറമെ വടക്കൻ ഗസയിലെ ജബാലിയയിലും തെക്കൻ ഗസയിലെ റഫയിലും ഒരേ സമയം ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. അൻവർ പാലേരി, 24 ദോഹ. കുവൈറ്റിൽ ആശുപത്രികളിലെയും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സെന്ററുകളിലെയും ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ സമയം പുതുക്കി. രാവിലെ 7:30 OP പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ മുദൈരിയാണ് സർക്കുലർ പുറത്തിറക്കിയത്. BKS ഇൻഡോ ബഹ്റിൻ ഡാൻസ് മ്യൂസിക് ഫെസ്റ്റിവൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. ബഹ്റിൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ഇൻഡോ ബഹ്റിൻ ഡാൻസ് മ്യൂസിക് ഫെസ്റ്റിവൽ സമാപന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ബഹ്റിൻ ഇന്ത്യൻ എംബസിയുടെയും ബഹ്റിൻ അതോറിറ്റി ഓഫ് കൾച്ചർ ആൻഡ് ആന്റിക്വിറ്റീസിന്റെയും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക പ്രസ്ഥാനമായ സൂര്യയുടെയും സഹകരണത്തോടെ ബഹ്റിൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിച്ച ഇൻഡോ ബഹ്റിൻ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവലിന്റെ 3ാം എഡിഷന്റെ സമാപന ദിവസമായ മെയ് 10 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച സമ്മേളനത്തിലാണ്
നിരവധി വിധി പ്രസ്താവനകളിലൂടെയും മറ്റും ശ്രദ്ധേയനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി എത്തിയത്. ചടങ്ങിൽ അദ്ദേഹത്തെ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യയിലെ പ്രമുഖ വയലിൻ സംഗീതജ്ഞനായ വിദ്വാൻ ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിന്റെ ക്ലാസിക്കൽ വയലിൻ കച്ചേരിയും ഒരുക്കിയിരുന്നു. 24 ബഹ്റൈൻ. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി വെൽഫെയർ കമ്മിറ്റിയുടെ 10ാം വാർഷികാഘോഷ പ്രഖ്യാപനം പ്രസിഡന്റ് ഷബീർ ചാത്തമംഗലം നിർവഹിച്ചു. സേവനത്തിന്റെ 10 വർഷങ്ങൾ എന്ന ടാഗ്ലൈനോട് കൂടിയ ലോഗോ മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴയും പ്രൊവിൻസ് കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് പ്രകാശനം ചെയ്തു. ഒക്ടോബർ അവസാനം വരെ നീണ്ടുനിൽക്കുന്ന വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടപ്പിലാക്കുമെന്ന് പ്രവാസി വെൽഫെയർ ഭാരവാഹികൾ അറിയിച്ചു. കുവൈറ്റിൽ പൗരന്മാർക്കും താമസക്കാർക്കും ബയോമെട്രിക് വിരലടയാളം നൽകുന്നതിനുള്ള സമയപരിധി നീട്ടി. പൗരന്മാർക്ക് സെപ്റ്റംബർ 30 വരെയും പ്രവാസികൾക്ക് ഡിസംബർ 30 വരെയുമാണ് സമയപരിധി. കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഗദ് അൽ യൂസഫ് അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സഹൽ ആപ്ലിക്കേഷൻ വഴി അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം വേണം ബയോമെട്രിക് കേന്ദ്രങ്ങളിൽ എത്താൻ. കോഴിക്കോട് പന്തിരാങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിൽ പ്രതി രാഹുലിനെതിരെ വധശ്രമക്കുറ്റം ചുമത്തി. രാഹുൽ ഒളിവിൽ പോയി എന്നാണ് സംശയം. നവവധുവിനെ ഭർത്താവ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ വിമുഖത കാണിച്ചെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന്. മിഥില, ഈ രാഹുൽ എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരമുണ്ടോ മിഥില? നിലവിൽ അതുമായി ബന്ധപ്പെട്ട വിവരം പോലീസിന് ലഭ്യമായിട്ടില്ല. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ കാര്യം എന്നത് കുടുംബത്തിന്റെ പരാതി ഉണ്ടായിരുന്നു. ഇത്ര വലിയ രീതിയിൽ മർദ്ദനമേറ്റിട്ടും വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല. പ്രതിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത് എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ പരാതി ലഭിച്ചിട്ടും കൃത്യമായി കേസ് അന്വേഷണം നടത്തിയിട്ടില്ല എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. പോലീസിനെതിരെ വ്യാപക പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ വേഗത്തിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. വധശ്രമത്തിന് മാത്രമല്ല, സ്ത്രീധന പീഡന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തത് കൃത്യസമയത്ത് പരാതി ലഭിച്ചിട്ടും വളരെ വേഗത്തിൽ പോലീസ് നടപടി ഉണ്ടായില്ല എന്ന പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ശരി മിഥില ബാലനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പന്തിരാങ്കാവിലെ ഭർതൃവീട്ടിൽ നേരിട്ട ക്രൂരതകൾ 24നോട് തുറന്നു പറഞ്ഞ പരാതിക്കാരി. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടായിരുന്നു ഭർത്താവ് രാഹുൽ മർദ്ദിച്ചതെന്ന് പരാതിക്കാരി പറഞ്ഞു. മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടും വീട്ടിലെ മറ്റുള്ളവർ തടഞ്ഞില്ലെന്നും യുവതി പറഞ്ഞു. പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് മോശമായി പെരുമാറിയെന്ന് യുവതിയുടെ മാതാവ് ആരോപിച്ചു. കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിവാഹം കഴിഞ്ഞത് മെയ് 5-ന്. ദിവസങ്ങൾക്കുള്ളിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം. രാഹുലും അയാളുടെ മാതാവും രാവിലെ ചില ചർച്ചകൾ നടത്തി. രാത്രി മുറിയിലെത്തിയ രാഹുൽ വാതിലടച്ച് മർദ്ദിച്ചു. കാറും പണവും ആവശ്യപ്പെട്ടായിരുന്നു ഇത്. കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. രാഹുൽ ലഹരിക്കടിമയാണെന്ന് സംശയമുണ്ടെന്നും യുവതി. കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ സൈഡിൽ ഇടിച്ചു, പിന്നെ ബാക്കിൽ ഇടിച്ചു, പിന്നെ നെറ്റിയുടെ ഇവിടെ ആ മുഷ്ടി വെച്ചിട്ട് തന്നെ ഇടിച്ചു. പിന്നെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയായിരുന്നു എന്നെ. പിന്നെ കുരിശ് നിർത്തിയിട്ട് പുറത്ത് ഇടിച്ചായിരുന്നു. പരാതിയുമായി ചെന്നപ്പോൾ പന്തീരാങ്കാവ് പോലീസ് മോശമായി പെരുമാറിയെന്നും നീതി ലഭിച്ചില്ലെന്നും യുവതിയുടെ മാതാവ്. ഒരു പെൺകുട്ടിയെന്ന് തന്നെയല്ല, ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും മനുഷ്യനും നീതി കിട്ടണം. ആ നീതി പക്ഷേ അവർ തന്നില്ല. അവർക്ക് അവൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഇവനും ഇവന്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവരുടെ തോളത്ത് കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. എന്നെ ഞെട്ടിച്ച കാര്യം, പോലീസ് വളരെ നിസ്സംഗരായിട്ടാണ് പെരുമാറിയത്. ഈ CI അദ്ദേഹത്തെ കളിയാക്കിയായിരുന്നെന്നാണ് എന്നോട് പറഞ്ഞത്, പരിഹസിക്കായിരുന്നെന്നാണ് എന്നോട് പറഞ്ഞത്. പരാതിക്കാരിക്ക് നിയമസഹായം ഉൾപ്പെടെ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ വനിതയുടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തി. യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പരാതിക്കാരിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 24 കൊച്ചി. ഇടുക്കി കട്ടപ്പന ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് കുരുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ഇരട്ടയാറിലെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 11 മണിയോടെ പെൺകുട്ടിയുടെ മാതാവാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. ഇന്ന് രാവിലെ ഒരു 10:30 ഈ വിവരം ഞങ്ങളെ അറിയിക്കുന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഈ കുട്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഈ ദിവസങ്ങളിൽ ഇവിടെ പല ആളുകളും വന്നു പോകുന്നതായിട്ട് ഇവിടുത്തെ അയൽവാസികൾ വിളിച്ചു പറഞ്ഞിരുന്നു. കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം 11:00 കുട്ടിയെ മരിച്ച നിലയിൽ വീട്ടിൽ കാണുന്നത്. അമ്മയാണ് കാണുന്നത്. അതിനുശേഷം ഉടനെ പോലീസ് എത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കൂടി നടക്കും. അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. നിലവിൽ 18 വയസ്സുള്ള പെൺകുട്ടി 2 വർഷം മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടിരുന്നു. ഈ കേസിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ മരണം. 24 ഇടുക്കി. തിരുവനന്തപുരം മാറനല്ലൂരിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂവളശ്ശേരി സ്വദേശി ജയ ആണ് മരിച്ചത്. മദ്യപാനിയായ മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്ന സംശയത്തെ തുടർന്ന് മകൻ ബിജുവിനെ പോലീസ് പിടികൂടി. പരിശോധനയിൽ ജയയുടെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളും രക്തക്കറയും കണ്ടെത്തി. രാവിലെ 9:30 അയൽവാസികൾ ജയയെ തിരക്കി വന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ കട്ടിലിൽ കിടക്കുന്നത് കാണുന്നത്. വിളിച്ചിട്ട് അനക്കമില്ലാത്തതിനാൽ നാട്ടുകാർ വാർഡ് മെമ്പറെയും മാറനല്ലൂർ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. ഈ സമയം ഇവരുടെ മകൻ ബിജു എന്ന് വിളിക്കുന്ന അപ്പു വീട്ടിൽ തന്നെയുണ്ടായിരുന്നു. മകൻ ബിജു സ്ഥിരം മദ്യപാനിയാണെന്നും മുമ്പ് അമ്മയെ മർദ്ദിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പോലീസ് പരിശോധനയിൽ ജയയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകളും രക്തക്കറയും കണ്ടെത്തി. മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് ജയ മരിച്ചതെന്ന സംശയത്തെ തുടർന്നാണ് ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോറൻസിക് വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാറനല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു. മലയൻകീഴ് പൊറ്റയിൽ സ്വദേശി രാജേന്ദ്രനാണ് മകൻ രാജേഷിന്റെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചത്. ഈ മാസം 4-നായിരുന്നു സംഭവം. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. തടികൊണ്ട് രാജേന്ദ്രന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെയാണ് മരണം. മകൻ രാജേഷിനെ മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയിലെ US അംബാസഡർ എറിക് ഗാർസെറ്റിയാണ് വാർത്ത സ്ഥിരീകരിച്ചത്. ഗവേഷണ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും എറിക് ഗാർസെറ്റി പറഞ്ഞു. അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനെ കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ്. ഈ വാർത്ത ഇന്ത്യയിലെ US അംബാസഡർ എറിക് ഗാർസെറ്റി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. സ്പേസ് മിഷന്റെ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിച്ച എറിക് അമേരിക്കയുടെ ബഹിരാകാശ ടീമിനൊപ്പം പറക്കുന്ന ഈ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പേർ വെളിപ്പെടുത്തുവാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ വർഷം ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ അമേരിക്കയുടെ സ്പേസ് മിഷന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ ഇന്ത്യക്ക് വാഗ്ദാനം നൽകിയിരുന്നു. ബഹിരാകാശ പദ്ധതി ഇപ്പോഴും നിലവിൽ ഉണ്ടെന്നാണ് അംബാസഡർ എറിക് ഗാർസെറ്റി പറയുന്നത്. US-India space cooperation spans a constellation of initiatives, including human spaceflight, deep space research, business-to-business collaboration, and space exploration. And we've developed a radar satellite, NISAR, that will significantly increase our understanding of the Earth and its climate patterns. ബഹിരാകാശ ദൗത്യങ്ങൾ അതിസങ്കീർണമായതുകൊണ്ട് തന്നെ കൃത്യമായ തീയതിയോ കൂടുതൽ വിശദാംശങ്ങളോ നൽകുവാൻ ഇപ്പോൾ സാധിക്കില്ല. എന്നാൽ ബഹിരാകാശ സഞ്ചാരി ആരായിരിക്കുമെന്ന് ഇന്ത്യ ഗവൺമെന്റിന് കൃത്യമായ ധാരണയുണ്ടെന്നും ആ പേര് അമേരിക്കയെ അറിയിച്ചുവെന്നും പറഞ്ഞ എറിക് ശരിയായ സമയത്ത് ആ ബഹിരാകാശ സഞ്ചാരിയുടെ പേരും കൂടുതൽ വിവരങ്ങളും പ്രഖ്യാപിക്കുമെന്നും വ്യക്തമാക്കുകയുണ്ടായി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 3 കോടി 2 ലക്ഷം രൂപയുടെ സ്വത്ത്. വാരാണസി ലോക്സഭാ മണ്ഡലത്തിൽ നൽകിയ നാമനിർദ്ദേശ പത്രികയിലാണ് സ്വത്ത് വിവരങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. സർക്കാരിൽ നിന്നുള്ള ശമ്പളവും ബാങ്കിൽ നിന്നുള്ള പലിശയുമാണ് വരുമാന സ്രോതസ്സുകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 2 കോടി 85 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ട്. 2.68 ലക്ഷം രൂപ വിലമതിക്കുന്ന 4 സ്വർണ്ണമോതിരങ്ങൾ സ്വന്തമായുണ്ട്. സ്ഥലമോ വീടോ കാറോ ഇല്ല. ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദവും ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവുമാണ് വിദ്യാഭ്യാസ യോഗ്യതയായി ചേർത്തിരിക്കുന്നത്. ഭാര്യ യശോദാബെന്നിന്റെ പേര് പത്രികയിൽ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ ജോലിയോ സ്വത്ത് വിവരങ്ങളോ അറിയില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ സംയുക്ത റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തങ്ങളുടെ ശത്രു ആരാണെന്ന് കർഷകർക്ക് അറിയാമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ പകരം ചോദിക്കുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. ഭരണഘടനയെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റോഡ് ഷോ നടത്തി. ഉത്തർപ്രദേശിലെ ബന്ദേൽഖണ്ഡ് മേഖലയിലെ ആദ്യ സംയുക്ത റാലിയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രധാനമന്ത്രിക്കെതിരായ കുറ്റപത്രം നിരത്തി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത് ഉത്തർപ്രദേശിലാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ കർഷകർ പ്രതികാരം ചെയ്യുമെന്നും അഖിലേഷ് യാദവ്. भारतीय जनता पार्टी का अहंकार का खंड खंड कर देंगे इस बार. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വിശദീകരിച്ച രാഹുൽ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ GST ഭേദഗതി ചെയ്യുമെന്നും അഗ്നിവീർ പദ്ധതി ചവറ്റുകുട്ടയിലെറിയുമെന്നും ഉറപ്പു നൽകി. और बीजेपी RSS नरेंद्र मोदी इस किताब को खत्म करना चाहते हैं, नष्ट करना चाहते हैं, फाड़ के फेंक देना चाहते हैं. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ റോഡ് ഷോ നടത്തി. പ്രിയങ്ക ഗാന്ധി വ്യാഴാഴ്ച വരെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉത്തർപ്രദേശിലെ 2 പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. 24 ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ജാമ്യഹർജി പരിഗണിക്കുമ്പോഴേ ഡൽഹി ഹൈക്കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്താദ്യമായാണ് രാഷ്ട്രീയ പാർട്ടി ഒരു കേസിൽ പ്രതി ചേർക്കുന്നത്. കേസിലെ അധിക കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അതിൽ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കുമെന്നും EDയുടെ അഭിഭാഷകൻ ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ അറിയിച്ചു. കേസ് ഡൽഹി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. ആന്ധ്രാപ്രദേശിൽ TDP സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം. ചന്ദ്രഗിരിയിലെ TDP സ്ഥാനാർത്ഥി പുലവർത്തി നാനിക്കിനെയാണ് ആക്രമിച്ചത്. മുഖത്തും തലയ്ക്കും പരിക്കേറ്റ നാനിക്കിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്മാവതി വിമൺ യൂണിവേഴ്സിറ്റിയിലെ സ്ട്രോങ് റൂം സന്ദർശിക്കാനെത്തിയ നാനിക്കിനെ കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കാറിന്റെ ചില്ലുകൾ തകർന്നു. ആക്രമണത്തിന് പിന്നിൽ YSR കോൺഗ്രസ് നേതാവ് ഭാസ്കർ റെഡ്ഡിയാണെന്ന് TDP ആരോപിച്ചു. രാജ്യത്ത് LTTEക്കുള്ള നിരോധനം കേന്ദ്ര സർക്കാർ നീട്ടി. 5 വർഷത്തേക്കാണ് നിരോധനം നീട്ടിയത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. രാജീവ് ഗാന്ധി വധത്തിന് ശേഷം നിരോധിച്ചതാണ് സംഘടനയെ. പിന്നീട് ഓരോ ഘട്ടത്തിലും നിരോധനം നീട്ടുകയായിരുന്നു. അടുത്തിടെ വേലുപ്പിള്ള പ്രഭാകരൻ മരിച്ചിട്ടില്ല എന്ന വാദങ്ങളും പിന്നാലെ പ്രഭാകരന്റെ മകളുടേത് എന്ന പേരിൽ പുറത്തിറങ്ങിയ ശബ്ദ സന്ദേശവുമെല്ലാം സംഘടന ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് വിലയിരുത്തലുകളുണ്ട്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് യുവാക്കൾക്കിടയിൽ സംഘടനയെ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് സൂചന. LTTE ഇന്ത്യ വിരുദ്ധ പ്രചാരണം തുടരുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. തൃശൂരിൽ ആവേശം സിനിമാ മോഡൽ പാർട്ടി നടത്തി ഗുണ്ടാത്തലവൻ. ജയിൽ മോചിതനായ സന്തോഷത്തിൽ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി സംഘടിപ്പിച്ചത്. കൊടും ക്രിമിനലുകളടക്കം 60ഓളം പേർ പങ്കെടുത്തു. പാർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രണ്ടായിരത്തി 20 മുതൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസ് വിചാരണ തടവുകാരനായിരുന്നു അനൂപ്. കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു പാർട്ടി. തൃശൂർ കുറ്റൂരിലെ അനൂപിന്റെ വീടിന് സമീപത്തെ കോൾപ്പാട ശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകൾ ഉൾപ്പെടെ 60 പേർ പങ്കെടുത്ത പാർട്ടി. പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വീരാരാധന പരിവേഷത്തോടെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. തടവിൽ കഴിയുന്നതിനിടെയാണ് പിതാവ് മരിച്ചതെന്നും അന്ന് മരണാനന്തര ചടങ്ങുകൾ നടത്താനാകാത്തതിനാൽ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഭക്ഷണം ഒരുക്കുകയുമായിരുന്നുവെന്ന് ഗുണ്ടാ നേതാവ് അനൂപ് 24-നോട് പറഞ്ഞു. അച്ഛൻ മരിച്ചിട്ട് 4-5 മാസമായി. അപ്പൊ ഞാൻ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പരിപാടി നടത്താൻ പറ്റിയില്ലേ. വീഡിയോയിൽ കാണുന്ന നിങ്ങൾ മദ്യം കുപ്പി വന്നിട്ടുണ്ടായില്ല. അത് തൃശ്ശൂരിൽ നിന്ന് വെള്ളപ്പം മേടിച്ചതാണ്. 4 കൊലപാതക കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയാണ് അനൂപ്. വിഷയത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. 24 തൃശൂർ.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. രാജസ്ഥാനിൽ ചെമ്പ് ഖനിയിൽ ലിഫ്റ്റ് തകർന്ന് 14 പേർ കുടുങ്ങി. നീംക താണ ജില്ലയിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ഖനിയിലാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ബൽറാം, എന്തൊക്കെയാണ് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? ഉന്മേഷ, ഇന്ന് വൈകിട്ട് 8:30യോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാജസ്ഥാനിലെ നീംക താണ ജില്ലയിലുള്ള ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ചെമ്പ് ഖനിയിലാണ് ഈ അപകടമുണ്ടായത്. ഖനിയിൽ നിന്നും താഴേക്ക് ഇറങ്ങാനും മുകളിലേക്ക് കയറാനും ഉപയോഗിക്കുന്ന ലിഫ്റ്റ്, ആ ലിഫ്റ്റ് തകർന്നു വീണ് 14 പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ഇവരുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ യാതൊരു വിവരങ്ങളും ലഭ്യമല്ല. കമ്പനി അക്കാര്യങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടും ഇല്ല. കൊൽക്കത്തയിൽ നിന്നുള്ള വിജിലൻസ് സംഘം ഉൾപ്പെടെയുള്ളവർ ഈ 14-അംഗ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അവർ ഏത് സാഹചര്യത്തിലാണ് ഇവിടെ എത്തിയത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഈ ലിഫ്റ്റിന്റെ ചെയിൻ തകർന്നാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപകട സ്ഥലത്തേക്ക് ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. പ്രദേശത്തെ MLA അടക്കമുള്ളവർ ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടായിരുന്നു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത ഒരാഴ്ച മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് BG റോഡിൽ കനത്ത മഴയിൽ വീട് തകർന്നു. കൈതക്കുഞ്ഞി വയലിൽ താമസിക്കുന്ന PK ഹരീഷിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. മാവൂർ മേച്ചേരിക്കുന്നിൽ പുലർച്ചെയുണ്ടായ കാറ്റിൽ വീടിന് മുകളിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. മേച്ചേരിക്കുന്ന് അങ്കണവാടിയുടെ സംരക്ഷണ മതിലും ഇടിഞ്ഞു വീണു. വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും ഉടനെത്തിയേക്കും. മെയ് 19ഓടെ കാലവർഷം ആൻഡമാനിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.